രണ്ടായിരത്തി 2026 രണ്ടാമത്തെ ക്രോസിംഗ് ആണ് ഇന്ന്. 29 പേരാണ് ചെറിയ കുട്ടികളടക്കം ആലുവ പെരിയാർ ക്രോസ് ചെയ്യുന്നത്. മണ്ഡപം കടവിന്ന് അക്കരെ പോയി ഇല പറിച്ച് വീണ്ടും ദേശം കടവിലേക്ക് പോകും. 780 മീറ്ററാണ് കുട്ടികളെ നീന്തുന്നത്. 3/4 കിലോമീറ്ററിന് മുകളിൽ. രാവിലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് പുഴ നീന്തി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ വേഗം തന്നെ ആലുവ മലപ്പുറം ദേശം കടയിലേക്ക് വരുക. നവംബർ 1 മുതൽ മെയ് 31 വരെ പഠിപ്പിക്കും ഇവിടെ. രാവിലെ 5:30. വെറും 16 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോകാം. എൻ്റെ പേര് സജീവ് വളശ്ശേരി.
സാറിന്റെ 29 മക്കളും ഒപ്പം വേമ്പനാട്ടുകായലും നീന്തുന്ന 185 പേരും തൊട്ട് പിന്നാലെ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ എന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് തരുന്ന, ഒരു പ്രതിഫലം പോലും പറ്റാതെ സപ്പോർട്ട് തരുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സീനിയേഴ്സ് കൂടിയിട്ട്, അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് മാഡം കൊടുക്കാം. രണ്ടാം മാച്ച് ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈ കൊടുക്കാം. ഏകദേശം 16,000-ന് മേലെ എന്നും ഇതുപോലെ നമ്മൾക്ക് വേണ്ടി വേമ്പനാട്ടുകായലിൽ നീന്തുന്ന 185 പേര് ഇവിടെ നമ്മളുടെ പിന്നിലുണ്ട്. അപ്പൊ നമ്മുടെ സജി ആശാന് ഒന്നുകൂടി ഒന്ന് നമ്മളുടെ സ്നേഹം കാണിച്ചു കൊടുത്ത ERS കുടുംബത്തിന്റെ സ്നേഹം സജി ആശാൻ. ചെറിയ കുട്ടിയാണ് ശിവാനി, 7 വയസ്സുള്ള ശിവാനി മോൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായിട്ട് ദ്യുതി ജയകുമാർ, ദ്യുതിയെ സ്വീകരിക്കും. അടുത്തതായിട്ട് നല്ലൊരു കൈയടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയടി കൊടുത്തോളൂ. എത്രയോ ദിവസത്തെ പ്രാക്ടീസ് ആണ്. വെളുപ്പിനെ എഴുന്നേറ്റ് വരാം. അസീഫ ഫാത്തിമ VS സ്കൂളിന്റെ HM ഇവിടെ എത്തിയിട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ആരോൺ, സുജിത്ത് ഇതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരൻ സുജിത്താണ് അശ്വിനെ മാലയിട്ട് സ്വീകരിക്കുന്നത്. മാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് സാറാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. സ്വീകരിക്കുന്നത് ഫാദറാണ് ആന്റണി. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തത് റാഷിദ് VS. എന്നും ഇവിടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ കൂടെ കൂടുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു കൈയടി ഒട്ടും കുറയ്ക്കണ്ട. കാരണം എല്ലാവരും 780 മീറ്റർ നീണ്ടു വന്നിരിക്കുന്നു. എന്നും നമ്മൾക്ക് നല്ല ഗൈഡൻസ് തന്നുകൊണ്ട് ഇവിടെ നമ്മുടെ അച്ഛൻ കരുണാകരൻ സാറാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. നല്ലൊരു കൈയടി. മാലയിട്ട് കഴിഞ്ഞ ആളുകളെല്ലാം കയറിന്റെ പിന്നിലേക്ക് മാറി നിൽക്കുക. തിരക്കുണ്ടാക്കരുത്. കൂട്ടുകാരാണ്. നല്ലൊരു കൈയടി അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അതിനിടയിൽ സമയം കണ്ടെത്തി ഇവിടെ നീന്തൽ പഠിക്കാൻ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ പ്രചോദനമാണ് ഇവരെല്ലാവരും. നല്ലൊരു കൈയടി കൊടുക്കാം.
സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളുടെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ HM എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ സജി മാഷിനെ, മറ്റുള്ള അതിഥികള്, നീന്തൽ കാണാൻ വേണ്ടിയിട്ടെത്തിയ അപ്പൂപ്പന അമ്മൂമ്മകള്, അത് ഞാൻ പ്രത്യേകം വിളിച്ചു വരുത്തിയതാണ്. 2 അപ്പൂപ്പനും 2 അമ്മൂമ്മയും വേണമെന്ന് നിർബന്ധം കുട്ടികൾക്ക്. അപ്പൊ ഇത് വളരെ സന്തോഷം തരുന്നൊരു ദിവസമാണ്. കളക്ടർ തന്നെ നേരിട്ട് വന്ന് നീന്തൽ കാണാൻ വേറൊരു സ്ഥലത്തേക്ക് വന്നേക്കതല്ല, സ്വന്തം സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥലത്താണ് നമ്മൾ നീന്തൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. സന്തോഷം വരാനൊരു കാരണമുണ്ട്. പിന്നെ വേണമെങ്കിൽ വേമ്പനാട്ട് കായലും നീന്താം. അതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞങ്ങള് 15-ാം തീയതി രാവിലെ 7 മണിക്ക് വേമ്പനാട്ട് കായല് 185 പേര് ഒപ്പം നീന്തി കിടക്കാൻ പോവാണ്. ചരിത്ര സംഭവമാണ് ഇത്. അതില് ബഹുമാനപ്പെട്ട കളക്ടറും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം കൂടും. അപ്പൊ ഇതുവരെ വേമ്പനാട്ട് കായൽ ഉണ്ടായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ 10-30 പേരെ ആകെ നീന്തി കിടന്നിട്ടുള്ളൂ. അത് 1ഉം 2ഉം വെച്ച് മാത്രം. നീന്തിക്കിടക്കുകയും ചെയ്തു. കേവലം ഒരു നീന്തൽ പരിശീലനം മാത്രമായല്ല ഞാൻ ഇവിടുത്തെ പരിശീലനത്തെ കാണുന്നത്. അതിനെ ജലാശയത്തെക്കുറിച്ചും ജലാശയ അപകടങ്ങളെക്കുറിച്ചും ബോധവാനാക്കുന്നു. ശ്രീ സജി വേളശ്ശേരി സാറിന്റെ ഇനി മുതൽ മുങ്ങി നിർമ്മിങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആപ്തവാക്യത്തിനായി എനിക്ക് പ്രവർത്തിക്കേണ്ടതായുണ്ട്.